ഫസ്റ്റ് ഇവര് രോമാഞ്ചം കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് 9 കോടി ക്ലബ്ബ് കയറിയത്. ഇത് പക്ഷെ പെട്ടെന്ന് കയറി വരുന്നത്. എന്ത് തോന്നുന്നു? ഹൗ ഡു യു ഫീൽ? അല്ല, കോടി ക്ലബിന്റെ അല്ല, ആളുകൾ സ്വീകരിച്ചതിലുള്ള സന്തോഷം. അതായത് ഫസ്റ്റ് ഡേ തൊട്ട് ഇപ്പോൾ ബാംഗ്ലൂർ ആയാലും അല്ലെങ്കിൽ ചെന്നൈയിലായാലും പലയിടത്തും ഷോസ് കഴിഞ്ഞിട്ട് ഇലുമിനാറ്റി പാട്ടൊക്കെ എത്തുമ്പോഴേക്കും ഭയങ്കര ഡാൻസിൻ്റെ വീഡിയോസൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതൊരു പ്രേക്ഷകരൊരു സ്വീകാര്യത തന്നെയാണല്ലോ. ആ ഒരു ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? ഇല്ല, ആക്ച്വലി നമുക്ക് നമ്മുടെ ഇൻറ്റൻഷൻ അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹം അത് എല്ലാവരും ഡാൻസ് ചെയ്യണമെന്ന് തന്നെയായിരുന്നു ആ പോയിന്റിൽ. അപ്പം സുഷിനെ പോലെ ആളുകളെ കൊണ്ട് ഡാൻസ് കളിപ്പിക്കാൻ പറ്റുന്ന ഒരു മ്യൂസിക് ഡയറക്ടർ ഉള്ളപ്പോൾ നമ്മൾ എന്തുകൊണ്ട് കളിപ്പിക്കാതിരിക്കണം? അതായിരുന്നു നമ്മുടെ ആഗ്രഹം. എന്തായാലും ആളുകൾ ഡാൻസ്, അതുകൊണ്ട് തന്നെയാണ് ഈ പാട്ടിൽ ഏറ്റവും ലാസ്റ്റ് കടിച്ച് ഉറപ്പായിട്ടും. കാരണം ഒരു പടത്തിന്റെ എൻ ക്രെഡിറ്റ് തീർന്നിട്ട് സാധാരണ അവഞ്ചേഴ്സിന്റെ ഈ മറ്റേ മാർവലിന്റെ ഫിലിംസ് ഒക്കെ കാണുമ്പോൾ എൻ ക്രെഡിറ്റ്സ് കണ്ടിട്ട് ലാസ്റ്റ് മാർവൽസ് കഴിഞ്ഞാൽ പിന്നെ രോമാഞ്ചവും അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഇതും ബാംഗ്ലൂർ ബേസ് ചെയ്തു. അപ്പൊ ഒരു JCUവിന്റെ ഒരു പ്ലാൻ ഉണ്ടോ? ഇല്ല ബ്രോ, ഒരു പുതിയ യൂണിവേഴ്സ് ഉണ്ടാക്കാനുള്ള ഒരു പ്ലാൻ ഇല്ല. പക്ഷെ അതിന് നല്ല സ്കോപ്പ് ഉണ്ട് കേട്ടോ. എല്ലാം ഉണ്ട്, അറിയില്ല. എന്തായാലും ഇപ്പൊ നിലവിൽ എന്റെ മനസ്സിൽ അങ്ങനെ ഒരു പ്ലാൻ ഇല്ല. ഇപ്പൊ ഭാവിയിൽ എന്തെങ്കിലും ആയിട്ട് അങ്ങനെ ഉരുത്തിരിഞ്ഞ് വരുമെന്ന് അറിയില്ല. ഇപ്പൊ നിലവിൽ അങ്ങനെ ഒരു യൂണിവേഴ്സ് ഉണ്ടാക്കുന്ന പ്ലാൻ ഒന്നും ഇല്ല ബ്രോ. പക്ഷെ അതിന് നല്ല ചാൻസ് ഉണ്ട്. അത് പ്രേക്ഷകർ ഭയങ്കരമായിട്ട് സ്വീകരിക്കുകയും ചെയ്യും. അതുപോലെ രോമാഞ്ചത്തിലെ ചെമ്പന്റെ ക്യാരക്ടർ ഈ ഒരു കന്നഡ ഈ ഫഹദിന്റെ അതേ കോസ്റ്റ്യൂമും കാര്യങ്ങളും ധരിച്ചാണല്ലോ വരുന്നത്. അപ്പൊ അതിൽ നിന്ന് ആക്ച്വലി ഈ രണ്ട് ക്യാരക്ടേഴ്സും ഇപ്പൊ കർണാടകയിൽ സാധാരണ ഒരു ഇതുണ്ട്. അതായത് ബാംഗ്ലൂരൊക്കെ ആണെങ്കിൽ നമ്മൾ കണ്ടിട്ടുള്ള കുറച്ച് റിയൽ എസ്റ്റേറ്റ് അല്ലെങ്കിൽ കുറച്ച് രാഷ്ട്രീയം, ചെറിയ ഗുണ്ടായിസം ഒക്കെ ഉള്ള ആളുകളുടെ എല്ലാം ഒരു ഡ്രസ്സിങ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ വൈറ്റ് ആൻഡ് വൈറ്റ്, കുറച്ച് ഗോൾഡൊക്കെ ഇട്ട് മറ്റേ പോക്കറ്റിൽ 500 രൂപയൊക്കെ ഇട്ട് തെളിയുന്ന പോലെ ആ ഒരു സ്റ്റൈലാണ് എല്ലാവരും ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്നാണ് ഈ പറഞ്ഞ ക്യാരക്ടേഴ്സ് ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ ഒരു എക്സാജറേറ്റഡ് വേർഷനാണ് രംഗ. അതിൻ്റെ കുറച്ചുകൂടെ റിയലിസ്റ്റിക് വേർഷനാണ് ഈ പറഞ്ഞ ചെമ്മഞ്ചേട്ടൻ്റെ ക്യാരക്ടേഴ്സ്. ഇപ്പം ഈ രണ്ട് കഥാപാത്രങ്ങളെ വെച്ച് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ കമ്പാരിസൺ ഒരുപാട് വരുന്നുണ്ട്. അതിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതിലെ രോമാഞ്ചത്തിലെ ചെമ്മഞ്ചേട്ടൻ്റെ ക്യാരക്ടർ വന്നിട്ട് ആദ്യം ഈ ഓജോ ബോഡി കളിക്കുമ്പോൾ ചോദിക്കുന്ന ചോദ്യം എൻ്റെ വണ്ടി നമ്പർ എത്രയാണെന്നാണ്. അത് രംഗണ്ണേക്ക് വരുമ്പോൾ രംഗണ്ണൻ്റെ വണ്ടിയുടെ നമ്പർ സെയിം നമ്പറാണ്. അത് കോയിൻസിഡൻസ് അത് പറയാൻ പറ്റുമോ നമുക്ക്? അല്ലല്ല, അത് ഈ നമ്മൾ ഷൂട്ട് തുടങ്ങുന്നതിന് തൊട്ട് മുന്നെയാണ് രോമാഞ്ചം റിലീസാവുന്നത്. അപ്പോൾ രോമാഞ്ചം റിലീസായതിൻ്റെ ആവേശത്തിൽ നിൽക്കുന്ന സമയത്താണ് നമ്മുടെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് വന്നിട്ട് വണ്ടിക്ക് എന്ത് നമ്പർ ഇടണമെന്ന് ചോദിച്ചാൽ നമ്മൾ 4316 അങ്ങനത്തെ ഒരു ആവേശത്തിൽ അവർക്ക് പറഞ്ഞു പോയതാണ്. അല്ലാണ്ട് അതുമായിട്ട് വേറെ യാതൊരു ബന്ധവുമില്ല. ഇപ്പൊ അത് ഈ ഡീറ്റെയിലിംഗ് എന്ത് പറയുമെന്ന് എപ്പോഴാണ് ആലോചിച്ചത്. പിന്നെ ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ ഇട്ട് കൊടുക്കുന്നത് ഭയങ്കര രസമുള്ള പരിപാടിയാണ്.